എൻ്റെ ഒരു നന്ദി അർപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെ അനുവാദത്തോടുകൂടി ഈ നാടകത്തിൽ ശ്രീനിവാസത്തിൻ്റെ ചിരകാല അഭിലാഷമാണ് അത്. ആദ്യ പിണറായി സർക്കാരിൻ്റെ കാലത്ത് ബഡ്ജറ്റിൽ 100 കോടി രൂപ അനുവദിച്ചുകൊണ്ട് അതിന് തുടക്കം കുറിക്കുകയും രണ്ടാം പിണറായിയുടെ കാലത്ത് തന്നെ അത് പൂർത്തീകരിക്കുകയും ചെയ്തതാണ്. അന്നത്തെ MLA ആയിരുന്ന ആരിഫ് അതിന് വലിയ ഒരു പെരുമ്പളത്തുകാരനെ പോലെ നിന്നുകൊണ്ടാണ് ഇതിൻ്റെ തുടക്കം കുറിച്ചത്. അതിൻ്റെ തുടർ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് തുടർന്ന് വന്ന MLA റീമ അടക്കമുള്ളവർ അതിൻ്റെ അകത്ത് വലിയ സംഭാവന നൽകിക്കൊണ്ടാണ് ഞങ്ങളുടെ ദ്വീപവാസികളുടെ സ്വപ്നം സാക്ഷാത്കരിച്ചിട്ടുള്ളത്. ഇത് ഒരു സ്വാതന്ത്ര്യം കിട്ടിയ അവസ്ഥയിലാണ് ഞങ്ങളുടെ നാട്ടിൽ മുഴുവൻ. അപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ പാലം, ഏറ്റവും മനോഹരമായ പാലമാണ് ഞങ്ങൾക്ക് ഈ സർക്കാർ സാധ്യമാക്കി തന്നിട്ടുള്ളത്. ഇതിലൂടെ ഞങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടും. അവിടെ മൊത്തത്തിലുള്ള ഒരു വികസനത്തിന് സാധ്യത തുറന്നിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ബോട്ട് സർവീസ് എന്നിവിടെ ആരംഭിക്കുന്നത്. സുഹൃത്താണ് നമ്മുടെ ആവശ്യപ്പെട്ട പ്രകാരം തൊട്ടടുത്ത ദിവസം തന്നെ ഇത് ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ടൂറിസ്റ്റ് ബോട്ട് കൊണ്ട് ആൾക്കാർക്ക് എങ്ങനെ, ടൂറിസ്റ്റുകൾക്ക്? അതെ, അതിന് ഒരു പാക്കേജൊക്കെ അവർ റെഡിയാക്കിയിട്ടുണ്ട്. 1 മണിക്കൂർ കറങ്ങാനും 2 ബോട്ടാണുള്ളത്. ഒരെണ്ണം കൂടി അടുത്ത ദിവസം തന്നെ എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അത് ഓരോന്നിനും ഓരോ പാക്കേജ് ഉണ്ട്. അത് ഓരോന്നിനും ഓരോ കപ്പാസിറ്റി ഉണ്ട്. 5 പേർക്ക് 10 പേര്, ഇതിന് 15 പേർക്ക് പോകാൻ കഴിയുന്നതാണ്. AC ആണ്, ബെഡ്റൂം ഉണ്ട്. എത്രയോ സർവീസുകൾ ആയിട്ട് പാക്കേജുള്ളവർ ഇപ്പോൾ നമ്മൾ അനൗൺസ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ പാലം വന്നതിന് ശേഷം നിങ്ങൾക്ക് എങ്ങനെയുണ്ട് നിങ്ങളുടെ ജീവിത നിലവാരത്തെ പറ്റി? പാലം വന്നതിന് ശേഷം എല്ലാവരും വലിയ തിരക്കിലാണ്. സമയം പ്രത്യേകിച്ച് ബോട്ട് കാത്തു നിൽക്കുന്ന അങ്ങനെയൊക്കെ വല്ല ബോട്ട് യാത്രയൊക്കെ ചെയ്യാൻ പ്രത്യേക സമയമൊന്നും ഇല്ലാത്തതുകൊണ്ട് വളരെയധികം സമയം കിട്ടുന്നുണ്ട്. കാര്യങ്ങളെല്ലാം പഴയതുപോലെ മറ്റുള്ളവരെ പോലെ കാര്യം ഭയങ്കര സ്പീഡിൽ നടക്കുന്നുണ്ട്. പഴയതിനേക്കാൾ ഒരുപാട് കാര്യങ്ങൾ ഒരു ദിവസം ചെയ്ത് തീർക്കാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ വലിയ വികസന സാധ്യതകൾ തുറന്നിട്ടുണ്ട്. പണ്ട് ഈ പാലം വരുന്നതിന് മുമ്പുള്ള കാര്യം എങ്ങനെയായിരുന്നു? ഇവിടുന്നാണ് അവിടെ പോയി ബോട്ട് ഇറങ്ങുന്നത്? ഇത് പെരുമ്പളത്തിന് ചുറ്റും 14 ബോട്ട് ജെട്ടികളാണുള്ളത്. അത് 1 മണിക്കൂർ, 1/2 മണിക്കൂർ, 3/4 മണിക്കൂർ ഇടപെട്ടാണ് ബോട്ടുള്ളത്. ആ ബോട്ട് ജെട്ടി കാത്തു നിന്ന് തന്നെ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ പകുതി സമയം പോയിട്ടുണ്ട്. അപ്പോൾ അതില്ലാതെ ഇപ്പോൾ ഏത് സമയത്തും എങ്ങനെയും സഞ്ചരിക്കാനുള്ള സാധ്യത പുറത്തിട്ടുണ്ട്. പണ്ടൊക്കെ ആണെങ്കിൽ ഒരു ആശുപത്രി പോകാനും എന്തൊരു അത്യാവശ്യം വന്നാലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നില്ല. ബോട്ടും വെള്ളമൊക്കെ കാത്തിരിക്കേണ്ടി വരും. സമയത്ത് എത്തിക്കാൻ പറ്റാത്തത് കൊണ്ട് ഏറ്റവും കൂടുതൽ കുഞ്ഞുങ്ങൾക്കാണ്, സ്കൂൾ കുട്ടികൾക്ക് എല്ലാവർക്കും സ്കൂളിൽ പോകാനൊക്കെ എന്ത് ഭയങ്കര ദുരിതമില്ലായിരുന്നു. ഇപ്പം ഇപ്പോഴും വെള്ളം പൊങ്ങുമ്പോൾ വെള്ളം കയറ്റുമ്പോൾ കയറുമോ വെള്ളം? ഇല്ല, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും പോലും വലിയ കാര്യമായ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അല്ല, ഇനി ഉണ്ടാകാതിരിക്കട്ടെ, അത് നമ്മൾ പ്രാർത്ഥിക്കാം. സന്തോഷം. ഞങ്ങൾ പണ്ട് വിചാരിച്ചു എത്ര ലേറ്റ് ആയാലും ഇങ്ങോട്ട് പോകാനും വരാനും ഒരു സൗകര്യം എന്ന് മാത്രമാണ് പാലത്തിനെ പറ്റി പെരുമ്പളക്കാർ ആലോചിച്ചിട്ടുള്ളൂ. നമ്മുടെ സ്വപ്നമായിരുന്നു. പക്ഷേ ഇപ്പം എന്താ സംഭവിച്ചതെന്ന് ഭയങ്കര അത്ഭുതമാണ്. കാര്യം കേരളം മുഴുവൻ ചർച്ച ചെയ്യപ്പെട്ട ഒരു പാലം എന്നുള്ളൊരു അവസ്ഥയിലേക്ക് എത്തി. ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ വന്നിട്ട് എനിക്ക് 1.5 മണിക്കൂർ കൊണ്ടാണ് എനിക്ക് അപ്പുറത്ത് എത്താൻ പറ്റിയത്. അത്രയും വണ്ടികൾ, അത് തിരുവനന്തപുരം മുതലുള്ള ആൾക്കാർ വരുന്നുണ്ട്. കേരളം മുഴുവൻ പെരുമ്പളം എന്ന് പറഞ്ഞ സ്ഥലത്ത്. പണ്ട് എൻ്റെ അടുത്ത് ചോദിക്കും വീട് എവിടെ നിന്ന് ഇരിക്കുമ്പോൾ പെരുമ്പളം എന്ന് പറയുമ്പോൾ അത് എവിടെ എന്നോട് ചോദിച്ചിട്ടുണ്ട് പണ്ട്. പക്ഷെ അതിൽ നിന്ന് മാറിയിട്ട് കേരളം മുഴുവൻ അറിയാം ഇപ്പോൾ പെരുമ്പളം എവിടെയാണോ. അല്ല, ഇനി വേളിലേക്ക് വരും. വേളിലേക്ക് പിന്നെ ബുക്കിലൊക്കെ വന്നു കഴിഞ്ഞാൽ വേളിലേക്ക് വരും പെരുമ്പളം. ഇത് നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാം. പിന്നെ ഇപ്പോൾ പാലം തുടങ്ങിയിട്ട് ഒരു 10 ദിവസമായിട്ടുള്ളൂ. ആ സമയത്ത് തന്നെ ഭയങ്കരമായിട്ട് അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുക ആൾക്കാർ, ടൂറിസ്റ്റുകൾ വരുന്നുണ്ട്. ഇപ്പോൾ ഒരു ഹൗസ് ബോട്ട് ഉദ്ഘാടനം ഭയങ്കര നല്ല ഒരു, എനിക്ക് ഭയങ്കര നല്ല. ഇവിടെ ഒരുപാട് ടൂറിസത്തിന് സാധ്യതയുള്ള സ്ഥലമാണല്ലേ. ഈ സർക്കാർ വന്നതിന് ശേഷം നമുക്കറിയാം എന്തുമാത്രം മാറ്റങ്ങൾ സംഭവിച്ചു. അതല്ല, പിണറായി സർക്കാരാണ് ഏറ്റവും കൂടുതൽ എടുത്തതെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഇത് വേമ്പനാട് കായലാണ്. വേമ്പനാട് കായൽ ആളുള്ള കായലാണ്. ആളുണ്ടല്ലേ? അത് നമുക്ക് അറിയത്തില്ല, അതുകൊണ്ടാണ് പെരുമ്പളം പഞ്ചായത്തില് മുൻ CDS ചെയർപേഴ്സണായിട്ട് വർക്ക് ചെയ്തിട്ടുള്ളതാണ്. ഇപ്പം നമുക്ക് ഒത്തിരി സ്ത്രീകൾക്കും കുട്ടികൾക്കും ഒക്കെ വേണ്ടിയിട്ടല്ല, നമ്മുടെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ ഒരു പാലം വന്നപ്പോൾ ഒത്തിരി സന്തോഷം. കാരണം ഞങ്ങൾ ജീവിച്ചു പോകുന്നൊരവസ്ഥയെന്ന് പറഞ്ഞാലും വള്ളത്തിൽ യാത്ര ചെയ്തിട്ട് പല പ്രാവശ്യങ്ങളും വള്ളം മറിഞ്ഞു പോയ അവസ്ഥകളും, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇപ്പം എന്നെയൊക്കെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ പഠിച്ചു നടന്ന കാലത്ത് ഇങ്ങനെ കടവിലെത്താറായപ്പോൾ വള്ളം മറിഞ്ഞു പോയി. അന്ന് ശരിക്കും നമ്മൾ നീന്തൽ പഠിച്ചിട്ടില്ലായിരുന്നു. പക്ഷെ എല്ലാവരും കൂടിയൊക്കെ കയ്യെ കയറി പിടിച്ച് രക്ഷപ്പെടുത്തിയ ഒരു സമയം ഉണ്ടായിരുന്നു. എന്തായാലും ഞങ്ങളുടെ മക്കളൊക്കെ ആണെങ്കിലും എല്ലാവരും ജോലിക്ക് പോകുമ്പോൾ ഇക്കരകളിൽ വന്നിരുന്ന ഒത്തിരി സമയങ്ങളായി. കാരണം ആ ബോട്ട് കിട്ടിയില്ല, അത് മിസ്സായി. പിന്നെ
അവിടുന്ന് ഭക്ഷണമൊക്കെ മേടിച്ച് കഴിച്ച് വീട്ടിൽ നമ്മൾ കാത്ത് ഭക്ഷണം വെച്ചേക്കുമ്പോൾ അവർ അക്കരയിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടാണ് വരുന്നത്. അത്രയും വിഷമിച്ചാണ് ഇവർ വരുന്നത്. അവരുടെ കുട്ടികളെ അല്ലെങ്കിൽ അവരുടെ ഭാര്യമാരൊക്കെ നോക്കിയിരിക്കുന്ന ഒരവസ്ഥ. ആ അവസ്ഥയിലൊക്കെ ഒത്തിരി ഞങ്ങൾക്ക് പിന്നെ മാറ്റം വന്നു. ഇത് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. കാരണം ഒരു സ്വപ്നം പോലും കാണാൻ പറ്റിയില്ലായിരുന്നു. എന്നുവെച്ചാൽ ഇത് നമുക്കിത് ഒരിക്കലും കിട്ടില്ല എന്നുള്ളതായിരുന്നു നമ്മുടെ ചിന്ത. പക്ഷെ അതെല്ലാം നമുക്കത് കിട്ടിയപ്പോൾ ഉണ്ടായ ഒരു അനുഭൂതി നമുക്കത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. വെച്ചാൽ എല്ലാവർക്കും ഞങ്ങളുടെ പെരുമ്പളം മൊത്തവും ഞങ്ങളുടെ റിലേഷനിലുള്ള ആൾക്കാരൊക്കെ അക്കരയിലൊക്കെ അറിഞ്ഞിട്ട് എല്ലാവരും വിളിച്ച് കൺഗ്രാജുലേഷൻ. എങ്ങനെയെങ്കിലും ഞങ്ങൾക്ക് അവിടെ വരാമല്ലോ, ഞങ്ങൾക്ക് ഒരു ദിവസം നിൽക്കാമല്ലോ, അല്ലെങ്കിൽ രാത്രി ഞങ്ങൾക്ക് വൈകിയാലും. അതുപോലെ തന്നെ ഞാനൊക്കെ ട്രെയിനിങ്ങിൽ പോയിട്ടുണ്ടെങ്കിൽ ഞാൻ പല കൂട്ടുകാരികളുടെ വീട്ടിൽ രാത്രി 12 മണിക്കൊക്കെ കിടക്കും. അവിടെ സ്റ്റേ ചെയ്തതിന് ശേഷം പിറ്റേ ദിവസം രാവിലെ 6:30 ബോട്ടിനാണ് തിരിച്ച് പെരുമ്പളത്തേക്ക് വരുന്നത്. അപ്പോൾ അന്നേരമൊക്കെ ഉണ്ടാകുന്ന നമ്മുടെ വീട്ടിലെ ബുദ്ധിമുട്ടും പ്രശ്നങ്ങളും നമ്മളെയും കാത്തവരിയ്ക്കുമ്പോഴും നമുക്ക് സമയത്ത് എത്താൻ പറ്റുന്നില്ല. ഇപ്പോൾ എല്ലാത്തിനും ഒരു പരിഹാരം മാർഗമായി നമ്മുടെ കേരള സർക്കാർ നമുക്കൊരു 100 കോടിയുടെ പാലം അനുവദിച്ചു തരികയും അത് മഴവിൽ പാലമായി നമ്മളെല്ലാവരും നമ്മുടെ മുന്നിൽ കാണുകയും ഒക്കെ ചെയ്തതിൽ വളരെയേറെ സന്തോഷവും. 100 ഹായ് തരികയും തിങ്ങി പാർക്കുന്ന സ്ഥലമാണിത്. 10,000-ൽ കൂടുതൽ ജനങ്ങൾ താമസിക്കുന്ന സ്ഥലമാണ് പെരുമ്പളം ദ്വീപ്. അതെ അതെ അതെ. സുഖമായിട്ട് പോകാൻ പറ്റിയ നല്ല സൗകര്യമുള്ള ഹൗസ് ബോട്ടാണ് പെരുമ്പളത്ത്. നമ്മൾ യാത്ര ഇത് സ്പീഡ് ബോട്ടാണോ? സ്പീഡ് ബോട്ടാണ്. ഇതിന് ചാർജ് ഉണ്ടോ? ഒന്നിന് ചാർജ് ഉണ്ടോ? ആണോ? സ്പീഡ് ബോട്ടാണ്. പെരുമ്പളം ദ്വീപിൻ്റെ പേര് പെരുമ്പളം ദ്വീപിൽ കൂടെ ഒരു യാത്ര സ്പീഡ് ബോട്ടിലാണ് ഞങ്ങൾ യാത്ര ചെയ്യുന്നത്. ഇവിടുത്തെ പഞ്ചായത്തിലെ ജോലിക്കാർ എല്ലാവരും കൂടെ ഒരു ട്രയൽ ഇവിടുന്ന് ഈ ഹൗസ് ബോട്ടിൻ്റെ ഉദ്ഘാടനമായിരുന്നു.